ഇന്നത്തെ ബുക്ക് ഷെൽഫിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ഈ നസ്രത്ത് ആശ്രമത്തിൻ്റെ ലൈബ്രറിയും ആ ലൈബ്രറിയിൽ ഇരിക്കുന്ന ഒരു പുസ്തകവുമാണ്. തീർച്ചയായിട്ടും ഈ ആശ്രമത്തിലെ ലൈബ്രറി വളരെ പഴക്കമുള്ള പുസ്തകങ്ങളുടെ ഒരു ഖജനാവ് തന്നെയാണെന്ന് പറയാം. അതിൽ വളരെയേറെ ശ്രദ്ധേയമായി ഒളിഞ്ഞിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്, ദ ഗീതാഞ്ജലി ആൽബം. ഈ പുസ്തകം ഗീതാഞ്ജലി എന്നു പേരുള്ള ഒരു 16 വയസ്സുകാരിയുടെ ദൈവത്തോടുള്ള സംഭാഷണമായി രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. 16-ാം വയസ്സിൽ ക്യാൻസർ ബാധിച്ച് മരിച്ചുപോയ ഒരു കുട്ടിയുടെ ഉള്ളിലുള്ള അന്തരാത്മാവിൻ്റെ ദൈവത്തോടുള്ള സംഭാഷണം എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അത് കവിതാരൂപത്തിൽ എഴുതപ്പെട്ടു എന്നേ ഉള്ളൂ. ഈ പുസ്തകത്തിൽ 85ഓളം കവിതകളുണ്ട്. ഇത് ഗീതാഞ്ജലി ആൽബം എന്ന് പ്രസാധകരെ രേഖപ്പെടുത്തിയെങ്കിലും ഒരു അഡ്ജക്റ്റീവ് എന്നോളം ടീനേജേഴ്സ് ടെസ്റ്റ്മെൻറ്റ് എന്നുകൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഈ കവിതകളിൽ ഒളിഞ്ഞിരിക്കുന്ന സത്തയെ ആധാരമാക്കി രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. ഇതിലേറ്റവും ശ്രദ്ധിക്കേണ്ട ഒന്ന്, നമുക്കറിയാം ഗീതാഞ്ജലി എന്ന് പറയുന്ന പുസ്തകം ടാഗോറിനാൽ ആദ്യം രചിക്കപ്പെട്ടതാണ്. അപ്പോൾ ആ ടാഗോർ എഴുതിയ ആ കവിതകളുടെ സത്ത പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ കുട്ടി എഴുതി വച്ചിരിക്കുകയാണ്. ആദ്യത്തെ പോയം തന്നെ എങ്ങനെയാണ്: ഐ ആം നെയ്മഡ് Gitanjali. After the famous book of Tagore, I wish and pray, oh help me God, I so live that I live up to the name. പേരോളം വളരാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു ധ്വര ദൈവത്തോടുള്ള പ്രാർത്ഥനയായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഗീതാഞ്ജലി എന്നു പേരുള്ള ആ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന ഓരോ വരികളിലും ഓരോ വാക്കുകളിലും ഒളിഞ്ഞിരിക്കുന്ന ദൈവമായിട്ടുള്ള ആത്മബന്ധത്തിൻ്റെ സത്തയെ ഉൾക്കൊണ്ടുകൊണ്ട് പൂർണ്ണമായും ഈ കുട്ടി ആത്മാർത്ഥമായി എഴുതി വച്ചിരിക്കുകയാണ്. എന്നെ പേരോളം ഉയർത്തണമേ, ഗീതാഞ്ജലി എന്ന പേരോളം ദൈവമേ നീ എന്നെ ഉയർത്തണമേ, വളർത്തണമേ എന്ന്. ഈ കുട്ടിക്ക് യഥാർത്ഥത്തിൽ തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാടുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. ദൈവം നമ്മളെക്കുറിച്ച് ഓരോ പ്ലാനും പദ്ധതിയും അനുസരിച്ചാണല്ലോ നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ സൃഷ്ടികർത്താവിൻ്റെ പദ്ധതി എന്തെന്താണെന്നുള്ള ശരിയായ ബോധവും ബോധ്യവും അതുപോലെ തന്നെ അവബോധവും തനിക്കുണ്ട് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു കുറിപ്പ് ഇതിലുണ്ട്. അതാണിതിൽ ഞാൻ വായിക്കാൻ പോകുന്നത്. ഐ ആം നോ ഡബ് സ്കെയർഡ്, ഐ ആം സ്കെയർഡ് ടു ഡെത്ത്, but I am not going to sit down and brood about what may or may not happen. My illness is a very small part of my life. What is important in my life is life, and I am going to live it to the best of my ability in the allotted amount that God has given me. അപ്പോൾ ദൈവം തന്നിരിക്കുന്ന സമയപരിധിയിൽ തൻ്റെ ശരീരവും മനസ്സും ബുദ്ധിയും ബോധത്തിലും അടങ്ങിയിരിക്കുന്ന പരിമിതി കൊണ്ട് എന്ത് ചെയ്തു തീർക്കാം, എന്തു ചെയ്തു തീർക്കണം എന്നതിനെക്കുറിച്ച് ശരിയായ ജ്ഞാനമുള്ള ഒരു കുട്ടി. അത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എഴുതി വച്ചിരിക്കുന്ന ഓരോ കവിതകളും അതിനെ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. കാരണം ജീവിതം കൊണ്ട് അപരനെ സന്തോഷം നൽകുക അല്ലെങ്കിൽ ഒരു ആനന്ദം അത് ഉളവാക്കണമെന്ന് ഈ കുട്ടി ആഗ്രഹിക്കുന്നുണ്ട്. ശരീരത്തിലൂടെ കടന്നു പോകുന്ന ഓരോ വേദനകളും കടിച്ചമർത്തിക്കൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആത്മാവിൻ്റെ ഒരു ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങളൊക്കെ ദൈവിക മഹത്വത്തിനും സഹോദര നന്മയ്ക്കും വേണ്ടി എപ്പോഴും ആഗ്രഹിക്കുന്നത്. അതിന് ഉദാഹരണമായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത്, ഈ കുട്ടി ഈ ഓപ്പറേഷൻ ഇതൊക്കെ കഴിഞ്ഞ് റേഡിയേഷനൊക്കെ കഴിഞ്ഞ് ഒത്തിരിയധികം സ്നേഹിച്ച് കരുതലോടെ വളർത്തുന്ന മുടിയെല്ലാം
പൊഴിഞ്ഞു പോയതിന് ശേഷം പഠിച്ച സ്കൂളിലേക്ക് തൻ്റെ സുഹൃത്തുക്കളെ കാണാൻ പോകുന്നൊരു ദിവസമുണ്ടായിരുന്നു. അതിൻ്റെ തിരിച്ചുവരവിന് ശേഷം ആ കുട്ടികളിൽ നിന്നുണ്ടായ പ്രതികരണത്തിൻ്റെ പരിണതഫലമായിട്ടായിരിക്കാം ഇവളിതുപോലെ എഴുതി വെച്ചത്. ഫെയർവെൽ ഫെയർവെൽ മൈ ഫ്രണ്ട്സ്, ഐ സ്മൈൽ ആൻഡ് ബിഡ് യു ഗുഡ് ബൈ, നോട്ട് ഷെഡ് നോ ടിയേഴ്സ്, ഫോർ ഐ നീഡ് ദം നോട്ട്, ഓൾ ഐ നീഡ് ഈസ് യുവർ സ്മൈൽ. അവരെൻ്റെ സന്തോഷവും അവരെൻ്റെ ആനന്ദവും അവരെൻ്റെ ആത്മസംതൃപ്തിയും മാത്രം ലക്ഷ്യം വെച്ചു എന്നുള്ളതാണ്. ഇതിന് അടിസ്ഥാനമായിട്ടുള്ളൊരു കാരണം എനിക്ക് തോന്നുന്നത് ഈ പുസ്തകത്തിലെ ഓരോ കവിതകൾ വായിക്കുമ്പോഴും ഇത് അഡ്രസ്സ് ചെയ്യുന്നത്, അഭിസംബോധന ചെയ്യുന്നത് ദൈവത്തെയാണ്. ദൈവത്തെ അഭിസംബോധന ചെയ്തിട്ടുള്ള കവിതകളാണ് തുടക്കവും അല്ലെങ്കിൽ അതിന് ഇടയിൽ വരുന്ന വരികളിലും എഴുതി വച്ചിരിക്കുന്നത്. ഹെൽപ്പ് മീ ഡിയർ ഗോഡ് ടു കീപ് മൈസെൽഫ് ക്ലീൻ ആൻഡ് പ്യുവർ ഇൻ തോട്ട്, വേർഡ് ആൻഡ് ഡീഡ്. ഹെൽപ്പ് മീ ടു ബി മെർസിഫുൾ to those who hurt me and to those who need me. Help me to spread whatever little happiness I can, whether it be by word, a smile or a touch of hand. ഇത് നമുക്കെല്ലാവർക്കും ഒരു പാഠമാണ്. തുടക്കം തന്നെ ഗീതാഞ്ജലി പുസ്തകത്തെ ആസ്പദമാക്കി കുറിച്ച വരിയിലെന്ന പോലെ പേരോളം വളരുക എന്ന പോലെ ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അപരനെ നന്മയായി മാത്രം ജീവിക്കാൻ ആഗ്രഹിച്ചൊരു കുട്ടി. ഇതിൻ്റെ വീണ്ടും ഒരു അടിസ്ഥാന ഘടകമായിട്ട് എനിക്ക് തോന്നുന്നത് ഈശ്വരനുമായിട്ടുള്ള അഭേദ്യമായ ബന്ധമാണ്. തന്നെ ശാരീരികമായി തളർത്തിക്കൊണ്ടിരിക്കുന്ന, വേദനകളിലൂടെ കടത്തിക്കൊണ്ടു പോകുന്ന ക്യാൻസർ എന്ന് പറയുന്നത് വെറുമൊരു രോഗമാണെന്ന് ഈ കുട്ടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതാണ് കഴിഞ്ഞ കുറച്ച് നേരത്തെ വായിച്ച വരികൾക്ക് ശേഷം വരുന്നത്. ആക്ച്വലി ദ വേർഡ് ക്യാൻസർ conjures up such a terrific frightening things. It is really not at all that frightening. It's an illness, not a curse. ഒരു ശാപമായി ഓരോ രോഗങ്ങളും കാണുമ്പോഴും ഈ കുട്ടിയുടെ ഉള്ളിൽ അത് വെറൊരു രോഗം മാത്രമായി നിൽക്കുകയാണ്. തൻ്റെ ശരീരത്തിനപ്പുറമുള്ള ആത്മാവിനെ കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന നന്മകൾ സഹോദരർക്കും ലോകത്തോടും ദൈവത്തോടും ചെയ്തു തീർക്കുന്ന ഒരു നീതിയായി ജീവിക്കുക. അതാണ് ഈ കുട്ടിയുടെ ഏറ്റവും വലിയ ജീവിതത്തിൻ്റെ സൗഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ ഇന്ന് ഈ കാലഘട്ടം വേണമെങ്കിൽ ഈ കുട്ടിയെക്കുറിച്ച് ജീവിച്ചിരിക്കുന്ന കാലത്ത് അറിയുമായിരുന്നെങ്കിൽ ജീവിക്കുന്ന വിശുദ്ധ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയുമായിരുന്നു. നിർഭാഗ്യം എന്ന് പറയട്ടെ, കുട്ടിയുടെ മരണശേഷമാണ് ഈ വരികളെല്ലാം കണ്ടെത്തിയത് എന്നുള്ളത് നിർഭാഗ്യം. ഗീതാഞ്ജലി എപ്പോഴും ദൈവിക ചിന്തയിലും ദൈവത്തിലും ലയിക്കാനുള്ള പരിശ്രമമാണ് നയിച്ചിരുന്നത്. എപ്പോഴും ആത്മാവിൽ ഒന്നാകുക. അതിന് ഉത്തമ തെളിവാണ് ഈ വരികൾ നമ്മൾ വായിക്കുന്നത്. ഐ ആം കൺസേൺഡ് വിത്ത് മൈ സ്പിരിച്വൽ വെൽബീയിങ് ആൻഡ് മൈ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ഇഫ് ഐ ഡോണ്ട് ഹാവ് ദാറ്റ്, ഐ ഡോണ്ട് ഹാവ് നത്തിങ്. ഈശ്വരനിൽ ലയിക്കുക ഒരു വലിയൊരു ആനന്ദമാണത്. അതുകൊണ്ട് തന്നെ ഐ ട്രസ്റ്റ് യു സ്റ്റിൽ എന്ന് പറയുന്ന കവിതകളിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു. ഐ ട്രസ്റ്റ് യു സ്റ്റിൽ, ഓ മൈ ഡിയർ ഡിയർ ഗോഡ്, though the sorrows keeping falling like the raindrops, I trust thee, yet though you have betrayed my trust and refused me all that I yearn for. കമുകറ പുരുഷോത്തമനിലൂടെ പാടിയൊരു പാട്ട് നമ്മുടെ ഓർമ്മകളിലുണ്ട്. ഈശ്വര ചിന്തയിതൊന്നേ മനുഷ്യനു ശാശ്വതമേകുലകിൽ എന്നുള്ളത്. അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഇവളുടെ ചിന്തയും. അതുപോലെ വരുന്നതാണ് കം ടു മീ,
I seek you, God, in my prayers. I seek you, God, everywhere I seek you. ജീവിതം മുഴുവൻ ദൈവത്തെ തേടി നിശബ്ദമായിരിക്കുന്ന ഒരാത്മാവ്, അവളുടെ ശരീരത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അവളുടെ ശരീരത്തെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന ക്യാൻസർ എന്ന് പറയുന്ന രോഗം അവളുടെ ആത്മാവിനെ ജീവിക്കാനുള്ള ത്വരയെയും ദൈവത്തിൽ ഒന്നാകാനുള്ള ത്വരയെയും കീഴ്പ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതൊരു വലിയൊരു ഉപദേശം തന്നെയാണ് നിശബ്ദമായി നമുക്ക് തന്നുകൊണ്ടു പോകുന്നത്. ഈ ലോകത്തിൽ നമ്മൾ കാണുന്നതൊന്നും ശാശ്വതമല്ല. വന്നിടത്തേക്ക് തിരിച്ചു പോകുക, ആ ഒരു കാത്തിരിപ്പാണ്. എന്തിലും ഏതിലും സൃഷ്ടികർത്താവിനെ തേടി അവനിൽ ഒന്നായിത്തീരുക. അപ്പോൾ ശരീരത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒന്നുമല്ലാതാകുന്ന സമയം, മറ്റൊന്നിനെക്കുറിച്ചുള്ളൊരു കൺസേൺ ഇല്ല, ജീവിതത്തിൽ ഇനി നേടാനൊന്നുമില്ല, നേടിയതിനേക്കാൾ അപ്പുറം വലിയൊരു നേട്ടമാണ് മരണമെന്നുള്ളത്. അതായത് മരണത്തിലൂടെ ദൈവത്തിൽ എത്തിച്ചേരുക എന്നുള്ളത്. അതിനുള്ളൊരു നീണ്ടൊരു കാത്തിരിപ്പ്, അതിനുവേണ്ടി എന്തും സഹിക്കാൻ തയ്യാറാണ്. അത് ശരീരത്തിലായാലും മനസ്സിലായാലും എന്തും സഹിക്കാൻ തയ്യാറായി കാത്തിരിക്കുന്ന കാത്തിരിക്കുക എന്നൊരു വലിയൊരു സന്ദേശം ഗീതാഞ്ജലിയുടെ ജീവിതത്തിലൂടെ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഈ കവിതകളിൽ മുഴുവൻ തളം കെട്ടി നിൽക്കുന്നത്. അവിടെ ഒരു ദുഃഖവും അവളെ അലട്ടുന്നില്ല. ഒരു സംതൃപ്തിയുണ്ട്, ജീവിതത്തോട് തന്നെ ഒരു ആത്മസംതൃപ്തി. കാരണം ഈ ഒരു അവസ്ഥ, ഒരു ക്യാൻസർ എന്ന് പറയുന്ന ആ മാറാരോഗം തന്നത്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് കിട്ടിയത് പോലും ഒരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് ആ കുട്ടി കാണുന്നത്. കാരണം അവളുടെ ചിന്തകൾ എപ്പോഴും വിണ്ണിലേക്ക് ഉയർന്നു നിൽക്കാൻ ഉതകുന്ന ഒരു സാഹചര്യം ആ രോഗമാണ് ഉണ്ടാക്കിയെടുത്തത്. ഗീതാഞ്ജലി വളരെ നിഷ്കളങ്കമായി തനിക്ക് തന്നെ വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന അതിലുണ്ട്. മൈ പ്രയർ എന്നുള്ള ശീർഷകത്തോടു കൂടി കൊടുത്തിരിക്കുന്നതാണ്. അതിൽ വരികൾ ഇങ്ങനെയാണ്: ഓ ഗോഡ്, പ്ലീസ് മേക്ക് മീ വെൽ സൂൺ ആൻഡ് ലെറ്റ് മീ ഗോ ബാക്ക് ടു സ്കൂൾ. ഐ മിസ് മൈ ഫ്രണ്ട്സ് ആൻഡ് ഓൾ ദ ഫൺ. അത് സ്വയം ഒരു പ്രാർത്ഥനയാണെങ്കിലും അത് കൂട്ടുകാരികളുമായിട്ടുള്ള നിഷ്കളങ്കമായ സ്നേഹം പങ്കുവച്ചതിൻ്റെ ഓർമ്മ ഉള്ളിൽ നിൽക്കുന്നതുകൊണ്ടാണ് അത്രമാത്രം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഗീതാഞ്ജലിയുടെ പ്രാർത്ഥന ഒരു സ്വാർത്ഥത നിറഞ്ഞ പ്രാർത്ഥനയാണെന്ന് പറയാൻ പറ്റില്ല. ബന്ധങ്ങളിൽ ആഴപ്പെട്ടതുകൊണ്ട് കൂടെ ജീവിക്കാനുള്ള ആഗ്രഹം, സ്വന്തം ജീവിതം മറ്റുള്ളവരോടൊപ്പം സന്തോഷത്തിൽ പങ്കുവയ്ക്കാനുള്ള ആഗ്രഹം, അങ്ങനെയുള്ളൊരു ആത്മാർത്ഥമായ ആഗ്രഹത്തിൽ നിന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. ഇതുപോലെ തന്നെ മറ്റൊരു പ്രാർത്ഥനയാണ് അത് ഗീതാഞ്ജലി. തീർച്ചയായിട്ടും ഗീതാഞ്ജലി കടന്നു പോകുന്ന വേദനകൾ ഒരിക്കലും അവസാനിക്കില്ല, തൻ്റെ ഈ ശരീരത്തിൽ നിന്ന് അവസാനിക്കില്ല, തൻ്റെ മരണത്തോടു കൂടിയാണ് തീരുകയുള്ളൂ എന്ന് ബോധ്യം വന്നപ്പോൾ വീണ്ടും ഒരു ലെമൻറ്റേഷൻ, ഒരു വിലാപത്തോടു കൂടി പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിങ്ങനെയാണ്: ഐ ആം സോറി ഫോർ ദെയർ സേക്ക് and not for myself. At least, dear God, I plead with you, either put an end to this wick of candle or let it glow steadily for a few years more. ഇത് അവൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല, ഇവളെ ടേക്ക് കെയർ ചെയ്യുന്ന ഓരോരുത്തരും കടന്നു പോകുന്ന സ്ട്രഗിളുകളുണ്ട്, അതവൾ കാണുകയാണ്. അപ്പോൾ ആ വേദന ഉള്ളിലൊതുക്കിക്കൊണ്ട്, അതായത് ഇവളുടെ ശരീരത്തിലുള്ള വേദനയേക്കാൾ അപ്പുറം മറ്റുള്ളവരുടെ വേദന കണ്ട് വിഷമിക്കുന്ന ആ ഗീതാഞ്ജലി അവർക്ക് വേണ്ടിയാണ്. ഇറ്റ് ഈസ് ഫോർ മൈ സേക്ക്, മറ്റുള്ളവരുടെ സൗകര്യത്തിന് വേണ്ടിയാണ്. ഒരുപക്ഷെ ഈ അസുഖം എന്നെ വിട്ടുപോകുന്നില്ല എങ്കിൽ ഇത് ഇവിടെ തന്നെ അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ സാധ്യതയുണ്ടെങ്കിൽ കുറച്ചു കാലം കൂടി ജീവിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ അങ്ങനെ. ഈ ആഗ്രഹം അവളുടെ സ്വന്തം ആഗ്രഹത്തിന് വേണ്ടിയല്ല, സുഖത്തിന് വേണ്ടിയല്ല, അവരുടെ സന്തോഷം, മറ്റുള്ളവരെ ദുഃഖം കാണാനുള്ള
കരുത്ത് അവൾക്കില്ല എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ വീണ്ടും നമ്മൾ കാണുന്നൊരു പ്രാർത്ഥനയാണ്. നമുക്കറിയാം, നമ്മുടെ ഭാരതീയുടെ വിശ്വാസമനുസരിച്ച് പൂർവ്വപിതാക്കന്മാർ നമുക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ആ ഒരു ചിന്ത അതെല്ലാം മുനിമാർക്കും മഹർഷിമാർക്കും സന്യാസിവര്യന്മാർക്കൊക്കെ ഉള്ളിൽ ദൈവം കൊടുക്കുന്ന ഒരു വലിയൊരു ചൈതന്യത്തിൻ്റെ വെളിച്ചത്തിൽ അവരുടെ പ്രാർത്ഥനയായിട്ടാണ് നമ്മളത് കേട്ടിരിക്കുന്നത്. അതിന് തുല്യമായിട്ട് വേണമെങ്കിൽ നിൽക്കും മേഴ്സി ഓ ഗോഡ് എന്ന് പറയുന്ന ഒരു കവിത. ബിഫോർ ഐ റിക്വസ്റ്റ് യു ഫോർ യുവർ മേഴ്സി ഓ ഗോഡ്, പ്ലീസ് ഹിയർ മൈ പ്രയർ. ഹെൽപ്പ് ഓൾ ദോസ് ഹു ലൈക്ക് മീ ആർ ഇൽ ആൻഡ് കനോട്ട് സ്ലീപ്പ് ഫോർ പെയിൻ. Help all those who are poor and friendless. Help all those who are sad and lonely. Bless all those I love and care. And please, God, have mercy upon me. Help me, oh please, help me to sleep just for a while. And forgive me if I am being too demanding. ഇതൊരു അവകാശമായി അവൾ ചോദിക്കുന്നില്ല. പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരെ നന്മയ്ക്ക് വേണ്ടി അവൾ ചോദിക്കുകയാണ്. ഒരു സ്വർഗീയ മധ്യസ്ഥതയുടെ ഒരു റോളിലാണ് അവൾ പ്രാർത്ഥിക്കുന്നത്. ഇതെല്ലാവരുടെ നന്മയാണ്. ഈ വരാൻ പോകുന്ന കാലഘട്ടത്തിലുള്ളവർക്ക് കൂടി വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയായിട്ട് നിൽക്കുകയാണ്. ഇതുകൊണ്ടാണ് കുറച്ചു കാലം മുമ്പ് ഞങ്ങളുടെ ആശ്രമത്തിലെ ഒരു വൈദികൻ മരിച്ചു പോയപ്പോൾ ആരോ ഒരു കുറിപ്പ് എഴുതി വെച്ചു, വിളക്കേ കെട്ടുതുള്ളൂ, വെളിച്ചം ഇപ്പോഴുമുണ്ട് എന്നുള്ളത്. അപ്പോൾ ഗീതാഞ്ജലി എന്ന് പറയുന്ന ഈ കുട്ടിയുടെ 16 വയസ്സുകാരിയുടെ ഓർമ്മകൾ നമ്മൾ ഈ കവിതകളിലൂടെ കടത്തിവിടുമ്പോൾ ഒരിക്കലും ഈ ഓർമ്മയായിട്ടല്ല, ആ ഗീതാഞ്ജലി എന്ന് പറയുന്ന കുട്ടിയുടെ കവിതകളിലൂടെ, വരികളിലൂടെ അവളുടെ ആത്മാവിനെയാണ് നമ്മൾ കാണുന്നത്. അവളുടെ നിഷ്കളങ്കവും നൈർമല്യവുമുള്ള ആത്മാവിനെ, അവൾക്ക് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വലിയ മനസ്സിൻ്റെ ഉടമ. അന്ന് അവളിത് ഈ പ്രാർത്ഥനാ രൂപത്തിൽ, ഈ കവിതയുടെ രൂപത്തിൽ ഈ പ്രാർത്ഥനകൾ എഴുതി വെച്ചുവെങ്കിൽ, ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു ചിന്ത നമ്മളുടെ ഉള്ളിൽ വെച്ചിരുന്നെങ്കിൽ, ഇന്ന് ഗീതാഞ്ജലി ആൽബം എന്ന് പറയുന്ന ഈ പുസ്തകം വായിക്കുന്ന ഏവരും അവളോടൊപ്പം പ്രാർത്ഥിക്കുക കൂടിയാണ് ചെയ്യുന്നത്. കാരണം ഇത് എൻ്റെ ഉള്ളിലും ഇതൊരു പ്രാർത്ഥനയുടെ മനോഭാവമാണ് വളർത്തിയെടുത്തത്. ഇത് ദൈവത്തോടു കൂടിയുള്ള ജീവിതം, ദൈവവുമായിട്ടൊരു ബന്ധം നിലനിർത്തിക്കൊണ്ട് ജീവിച്ചു പോകാനുള്ള ഒരു സന്ദേശം തരുന്നത് കൊണ്ട് ഇത് വായിക്കുന്ന എനിക്ക് മാത്രമല്ല, വായിച്ചിട്ടുള്ള പലർക്കും, ഇനി വായിക്കാനുള്ളവർക്കും എല്ലാം ഇത് ദൈവമായിട്ടുള്ള, ഈശ്വരനായിട്ടുള്ള ബന്ധത്തെ നിലനിർത്താനുള്ള ഒരു പ്രാർത്ഥനയുടെ പുസ്തകമാണ്. നമുക്ക് വിശുദ്ധ ഗ്രന്ഥം സൂക്ഷിക്കാൻ പറ്റുന്നത് പോലെ തന്നെ ഒരു പ്രാർത്ഥനാ പുസ്തകം നമ്മൾ കൊണ്ടു നടക്കുന്നത് പോലെ തന്നെ നമ്മളോടൊപ്പം സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് ദ ഗീതാഞ്ജലി ആൽബം. അതുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. ഈ ഗീതാഞ്ജലി എന്ന് പറയുന്ന ആ പെൺകുട്ടി ഇന്ന് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ലോകത്തിന് മുഴുവൻ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ പ്രാർത്ഥനകളും ആ കുട്ടിയിലൂടെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. മരണമെന്ന ഒരു യാഥാർത്ഥ്യത്തിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റുന്നതല്ല. അത് കമുകറ പുരുഷോത്തമനിലൂടെ നമ്മൾ കേട്ട വരികളുണ്ട്. ആത്മവിദ്യാലയമേ എന്ന ഗാനത്തിലൂടെ മന്നവനാട്ടെ യാചകനാട്ടെ വന്നിതു ഒടുവിൽ വഞ്ചിത നടുവിൽ. നമുക്കുള്ള ബുദ്ധിയോ അറിവോ കഴിവോ സമ്പാദ്യമോ ഒന്നും നമുക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അതെല്ലാവർക്കും വച്ചിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. വന്നിടത്തേക്ക് തിരിച്ചു പോകാനുള്ളൊരു കവാടം. പക്ഷേ വന്ന നിമിഷം മുതൽ തിരിച്ചു പോകുന്ന നിമിഷം വരെ നാം എന്ത് ചെയ്തു, അതാണ് മഹത്വം. അപ്പോൾ അത് ദൈവത്തിൻ്റെ പദ്ധതിയായിട്ട് നമ്മളത് അക്സെപ്റ്റ് ചെയ്യാൻ ഗീതാഞ്ജലി അതാണ് ചെയ്തത്. ശരീരത്തിലുണ്ടായിട്ടുള്ള എല്ലാ വേദനയും, കടന്നുപോയ എല്ലാ വിഷമങ്ങളും, നഷ്ടപ്പെട്ടു പോയ, വളരെയധികം സ്നേഹിച്ച മുടി അവൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നു, അവൾ സ്നേഹിച്ച് ഉല്ലസിച്ച അവളുടെ സൗഹൃദങ്ങൾ നഷ്ടപ്പെടുന്നു, പിന്നെ കിടന്നുകൊണ്ട് അവളുടെ വേദനകൾ, അവളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന അവളുടെ അമ്മയുടെയും മറ്റുള്ളവരുടെയൊക്കെ സാന്നിധ്യത്തിൽ അവർക്കുണ്ടാകുന്ന നൊമ്പരങ്ങൾ ഇവളുടെ തന്നെ നൊമ്പരങ്ങളായി മാറുന്നു. ഇതെല്ലാം കഴിഞ്ഞ് അവൾ അക്സെപ്റ്റ് ചെയ്യണം, മരണത്തെ അക്സെപ്റ്റ് ചെയ്യുകയാണ്. അത് കിടന്നുകൊണ്ടിരിക്കുമ്പോഴും ഓരോ ചെറുവിരൽ എനക്കുന്നതും അവരുടെ നന്മയ്ക്ക് വേണ്ടിയായി ജീവിച്ചതിൻ്റെ ഒരു വലിയൊരു സംതൃപ്തി. ആ സംതൃപ്തിയിൽ നിന്നാണ്
ഇതുപോലെയുള്ളൊരു സംതൃപ്തിയാണ് വിശുദ്ധ ഫ്രാൻസിസിനുണ്ടായത്. അതുകൊണ്ട് ആ സംതൃപ്തിയിൽ നിന്ന് ഫ്രാൻസിസ് പറഞ്ഞത് സോദരീ മരണമേ സ്വാഗതം എന്ന്. അപ്പോൾ ഇങ്ങനെ ജീവിച്ചു പോയ നന്മയുടെ പടവുകൾ ഓരോ ദിവസവും ഓരോ നിമിഷവും ചവിട്ടിക്കയറിയവർക്ക് കൊടുക്കുന്നൊരു സമ്മാനമാണ് സമാധാനം എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം, മനുഷ്യൻ ആഗ്രഹിക്കുന്നതും നമ്മളെല്ലാവർക്കും ദൈവം നമുക്ക് കാത്തുവച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ കവിതകളിൽ വളരെ അർത്ഥപൂർണമായിട്ടുള്ള ഹൈലൈറ്റിംഗ് എന്ന് പറയുന്നത്. ദ ഏക്കിംഗ് വോയിഡ് വിത്തിൻ മൈ സോൾ വിസ്പേഴ്സ് ടു മീ കാംലി പീസ് ബി അപ്പോൺ യു ഗീതാഞ്ജലി. ഇത് എല്ലാവരോടും പറയുന്നതാണ്. ഇതാണ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും നിൽക്കേണ്ടത്. ദ ഏക്കിംഗ് വോയിഡ് വിത്തിൻ മൈ സോൾ വിസ്പേഴ്സ് ടു മീ കാംലി പീസ് ബി അപ്പോൺ യു. ദ ഏക്കിംഗ് വോയിഡ് വിത്തിൻ മൈ സോൾ വിസ്പേഴ്സ് ടു മീ കാംലി peace be upon you, peace be upon you, peace be upon you.